പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. യാത്രയ്ക്ക് നേരെ അസമിൽ വീണ്ടും ആക്രമണം. അസമിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. യാത്രയുടെ ഭാഗമായ വാഹനങ്ങളിൽ BJP പ്രവർത്തകർ സ്വന്തം പതാക സ്ഥാപിച്ചു. പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായതായി കോൺഗ്രസ് ആരോപിച്ചു. അസമിലെ സുനിത്പൂരിൽ വെച്ചാണ് നാടകീയ രംഗങ്ങൾ. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങൾക്ക് നേരെ കൊടികൾ വീശി സംഘടിച്ചെത്തിയ BJP പ്രവർത്തകർ. രാഹുൽ വാഹനം നിർത്തി. മോദി മുദ്രാവാക്യം മുഴക്കിയ BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പിന്നെ അവർക്കിടയിലേക്ക് ജുമുഗുരി ഹാട്ടിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. PCC അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറയ്ക്ക് പരിക്കേറ്റു. ജയറാം രമേശിന്റെ വാഹനത്തിലെ പോസ്റ്ററുകൾ കീറി. കോൺഗ്രസ് സമൂഹമാധ്യമ വിഭാഗത്തിന്റെ ക്യാമറകൾ അക്രമികൾ കവർന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രാ വാഹനങ്ങളിൽ BJP കൊടികൾ സ്ഥാപിച്ചതായും ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പോലീസിൽ പരാതി നൽകി. നാളെ അയോധ്യ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമേ രാഹുൽ ഗാന്ധി ശ്രീമന്ത ശങ്കരദേവിന്റെ ജന്മസ്ഥലമായ ഭട്ടദ്രവ സത്രം സന്ദർശിക്കാവൂ എന്ന് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. 24 ഡൽഹി. അയോധ്യ ഒരുങ്ങി. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കുക. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ല എങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് അയോധ്യ നഗരം നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. ഇവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നന്നേ പാടുപെടുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠയ്ക്ക് അയോധ്യയിലേക്ക് വരേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി തീർത്ഥാടകരോട് പറഞ്ഞെങ്കിലും ആരും അത് ശ്രദ്ധിച്ചതായി തോന്നുന്നില്ല. വലിയ ജനക്കൂട്ടം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇപ്പോഴും ത്രേതായുഗ പ്രൗഢിയിൽ അയോധ്യ ഒരുങ്ങി. പോലീസ് നിർദ്ദേശിച്ച നിയന്ത്രണങ്ങളെല്ലാം ഭേദിച്ച് പതിനായിരങ്ങളാണ് ഇന്ന് അയോധ്യ നഗരത്തിലെത്തിയത്. അയോധ്യയിലേക്കുള്ള എല്ലാ പാതകളിലും നിറഞ്ഞ ജനങ്ങൾ നൃത്തം വയ്ക്കുകയും പാട്ടുപാടുകയും ഭജന അവതരിപ്പിക്കുകയും ചെയ്ത് അന്തരീക്ഷത്തെ ഉത്സവഭരിതമാക്കി. ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള കലശം ഇന്ന് രാവിലെ നടന്നു. 125 കലശങ്ങൾ കൊണ്ടായിരുന്നു രാമവിഗ്രഹത്തിന്റെ സ്നാനം. കലശ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസിവര്യന്മാർ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ പൂജകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ശ്രീരാമ വിഗ്രഹം രാത്രിയോടെ ശയ്യയിൽ പ്രവേശിക്കും. നാളെ രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള 1 മണിക്കൂറോളമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നീളുക. 12:30 പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിദിന പൂജകൾ സംബന്ധിച്ച കാര്യത്തിലും ട്രസ്റ്റ് അന്തിമ തീരുമാനം കൈക്കൊണ്ടു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ ദിവസവും 3 ആരതികൾ വീതമാകും ക്ഷേത്രത്തിലുണ്ടാവുക. പ്രതിദിനം ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരതി ചടങ്ങുകൾ പാസ് മൂലം നിയന്ത്രിക്കാനാണ് തീരുമാനം. എല്ലാ വീഥികളും അയോധ്യയിലേക്കാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ കൊണ്ട് അയോധ്യയും പരിസര പ്രദേശങ്ങളും നിറഞ്ഞിരിക്കുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം ആരംഭിക്കുന്ന സമയം കാത്തുനിൽക്കുകയാണ് ഇവരെല്ലാം. 23-ാം തീയതി തന്നെ ദർശനം ആരംഭിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റും വ്യക്തമാക്കുന്നു. ക്യാമറമാൻമാരായ VS രാഹുലിനും ജോഗേഷ് സിംഗിനും റിപ്പോർട്ടർ S വിജയകുമാറിനുമൊപ്പം അയോധ്യയിൽ നിന്നും R രാധാകൃഷ്ണൻ, 24. കനത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പ്രഖ്യാപിച്ച അവധി പിൻവലിച്ച് ഡൽഹി എയിംസ്. മഹാരാഷ്ട്ര സർക്കാർ നാളെ പ്രഖ്യാപിച്ച അവധിയും പുതുച്ചേരി ജിപ്മറിൽ ഉച്ചവരെ പ്രഖ്യാപിച്ച അവധിയും മദ്രാസ്, ബോംബെ ഹൈക്കോടതികൾ ശരിവച്ചു. BJPയുടെ രാഷ്ട്രീയ പരിപാടി എന്ന വിമർശനം നിലനിൽക്കെ ചടങ്ങിനോടനുബന്ധിച്ച് ഹിമാചൽ കോൺഗ്രസ് സർക്കാരും നാളെ അവധി പ്രഖ്യാപിച്ചു. ആശുപത്രികൾക്ക് അവധി നൽകുന്ന നടപടി മനുഷ്യത്വരഹിതമെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അർദ്ധദിനാവധി നൽകിയ തീരുമാനത്തിൽ നിന്നും എയിംസ് പിന്മാറിയത്. നാളെ അവധി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ഹർജിക്കാരെ രൂക്ഷ ഭാഷയിൽ ബോംബെ ഹൈക്കോടതി വിമർശിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികൾ നൽകുന്നത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മഹാരാഷ്ട്ര സർക്കാരിന് അവധി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അടിയന്തര ശസ്ത്രക്രിയകളും സേവനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നതിനാൽ പുതുച്ചേരി ജിപ്മറിലെ അർദ്ധദിനാവധി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയും മദ്രാസ് ഹൈക്കോടതി തള്ളി.
നാളെ അഭിഭാഷകർ ഹാജരാകാതിരുന്നാലും സുപ്രീം കോടതിയിൽ നിന്നും പ്രതികൂല ഉത്തരവുകൾ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിമർശനം നിലനിൽക്കെ ഹിമാചൽ സർക്കാർ നാളെ അവധി പ്രഖ്യാപിച്ചത് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അവധി പ്രഖ്യാപിക്കുന്നത് ആദ്യമായാണ്. 24 ഡൽഹി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നാളെ നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കി. ധനുഷ്കോടിയിലെ ശ്രീ കോദണ്ഡരാമ ക്ഷേത്രമാണ് ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ശ്രീരാമനുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് ഇന്നും ഇന്നലെയുമായി മോദി സന്ദർശിച്ചത്. ധനുഷ്കോടിക്ക് സമീപം രാമസേതു നിർമ്മിച്ച അരിച്ചാൽ മുനൈ സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാണായാമ പരിശീലനം നടത്തി. ധനുഷ്കോടിയിലെ ശ്രീ കോദണ്ഡരാമസ്വാമി ക്ഷേത്രവും മോദി സന്ദർശിച്ചു. വില്ല് ധരിച്ച ശ്രീരാമനാണ് കോദണ്ഡരാമൻ എന്നറിയപ്പെടുന്നത്. രാവണന്റെ സഹോദരനായ വിഭീഷണൻ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീരാമനെ വന്നുകണ്ട് മാപ്പിരുന്നതെന്നാണ് വിശ്വാസം. ഇന്നലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലും രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് ശ്രീ കോദണ്ഡരാമ ക്ഷേത്രത്തിൽ മോദി എത്തിയത്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തും. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള LDFന്റെയും UDFന്റെയും തീരുമാനം ചരിത്രപരമായ മണ്ടത്തരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിലെ പൊതുസമൂഹം പ്രതിഷ്ഠാ ചടങ്ങിന് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇത് ഇരുമുന്നണികൾക്കുമുള്ള തിരിച്ചടിയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ പ്രബലമായ രണ്ട് മുന്നണികളും ഒരുമിച്ച് എതിർത്തിട്ടും കേരളത്തിലെ പൊതുസമൂഹം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുള്ളതാണ്. കേരളത്തിലെ ഇരു മുന്നണികൾക്കും ഇതുപോലൊരു തിരിച്ചടി സമീപകാല ചരിത്രത്തിലൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. ഭരിക്കുന്ന മുന്നണിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള മുന്നണിയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിട്ടും കേരള ജനത ഇതാദ്യമായി ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അഴിമതിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. സഹകരണ മേഖലയിലെ അഴിമതി ഗൗരവതരമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നും ഓഡിറ്റിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്ന നടപടി നിയമപരമായി തെറ്റാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സഹകരണ യൂണിയന്റെ 9ാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ കടുത്ത വിമർശനം നടത്തിയത്. അഴിമതിക്കാർക്ക് ഒരു തരത്തിലും സർക്കാരോ വകുപ്പോ പരിരക്ഷ നൽകില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. കരുവന്നൂർ കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കുന്നത് നിയമപരമായി തെറ്റെന്നും മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ദുഷിപ്പുണ്ടായാൽ അത് ആ സ്ഥാപനത്തെ മാത്രമല്ല ബാധിക്കുക, കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയാണ് ബാധിക്കുക. അപ്പോൾ നാം കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൂടാ എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായെന്നും ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേട് നടക്കില്ലെന്നും സഹകരണ മന്ത്രി VN വാസവൻ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ വിവാദമായ ഒരു ബാങ്കാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ബാങ്കിലും നടക്കാൻ പാടില്ലാത്ത രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകളാണ് നടന്നത്. കരുവന്നൂരിൽ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം വകുപ്പും സർക്കാരും സ്വീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 106 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും ബാക്കിയുള്ളത് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നുവെന്നും VN വാസവൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. കോഴിക്കോട് വടകരയിൽ മാതാവിനെയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുനിയിൽ മഠത്തിൽ നിതീഷിന്റെ ഭാര്യ അഖില, മക്കളായ വൈഭവ്, കശ്യപ് എന്നിവരാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ കിണറ്റിലാണ് അഖിലയെയും മക്കളായ കശ്യപ്, വൈഭവ് എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈഭവിന് 6 മാസം മാത്രമാണ് പ്രായം. കശ്യപ് 6 വയസ്സുകാരനാണ്. കുട്ടികളെ ദേഹത്ത് കെട്ടിവെച്ച ശേഷം അഖില കിണറ്റിലേക്ക് ചാടിയെന്നാണ് പ്രാഥമിക വിവരം. രാവിലെ പുറത്തുപോയ നിതീഷ് ഭാര്യയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതിനെ തുടർന്നാണ് തിരികെ വീട്ടിലെത്തിയത്. വീട്ടിൽ ഭാര്യയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ഇവരുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 24 കോഴിക്കോട്.
സംസ്ഥാനത്ത് 2 വ്യത്യസ്ത അപകടങ്ങളിലായി 4 കുട്ടികൾ മുങ്ങി മരിച്ചു. തൃശൂർ പന്തല്ലൂരിൽ സഹോദരികളായ മഷിത, ഹസനത്ത് എന്നിവരാണ് പാറക്കുളത്തിൽ വീണ് മരിച്ചത്. കാൽ കഴുകാൻ കുളത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം തവനൂരിൽ കോഴിക്കോട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. 13 വയസ്സുകാരൻ ആയുർ രാജ്, 11 വയസ്സുകാരൻ അശ്വിൻ എന്നിവരാണ് മരിച്ചത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ഗവർണർക്ക് സർക്കാർ കൈമാറി. കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് നയപ്രഖ്യാപനത്തിൽ ഉണ്ട് എന്നാണ് വിവരം. ഗവർണർക്കെതിരായ കുറ്റപ്പെടുത്തലുകൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന സൂചനയുമുണ്ട്. കേന്ദ്രവിരുദ്ധ പരാമർശത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമായിരിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്നുള്ള ആകാംക്ഷ ഒരു ഭാഗത്ത്, ഗവർണർക്കെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കിയെന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. വിവരങ്ങൾ എന്താണ്, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഷഫീദ്? സർക്കാരിനെ സംബന്ധിച്ച വലിയ ആകാംക്ഷയുള്ള സമയമാണിത്. കാരണം ജനുവരി 25-നാണ് നയപ്രഖ്യാപന പ്രസംഗം നടക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പോര് നടക്കുന്നു. കേന്ദ്രത്തിനെതിരെ സർക്കാരും ഇടതുമുന്നണിയും വലിയ തരത്തിലുള്ള സമര പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. ഈ സാഹചര്യത്തിൽ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. എന്നാൽ കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന നയപ്രഖ്യാപനത്തിൽ ഉണ്ടെന്നാണ് വിവരം. നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർക്ക് സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഗവർണറുടെ അനുമതിയാണ് ഇനി ഇക്കാര്യത്തിൽ വേണ്ടത്. രാജ്ഭവൻ തീരുമാനം എന്ത് എന്നുള്ളതിൽ സർക്കാരിനെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും വലിയ ആകാംക്ഷയുണ്ട്. മാത്രമല്ല, കേന്ദ്രവിരുദ്ധ പരാമർശത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാകും. നേരത്തെ, അതായത് 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചിരുന്നു. എന്നാൽ 2022 നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പുവെക്കാൻ ഉപാധി വെക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗവർണർക്കെതിരെ നിലവിൽ സംസ്ഥാന സർക്കാർ തുടർന്നു പോകുന്ന ചില നിലപാടുകൾ, ചില കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. അതൊക്കെ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. റീജിത്ത്, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. തൃശൂർ പിടിക്കാൻ CPI. BJPക്കും കോൺഗ്രസിനും പിന്നാലെ തൃശൂരിൽ കളത്തിലിറങ്ങാൻ CPIയും. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയാനും നീക്കം. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപിന്റെ നിലപാടിനെ തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും രംഗത്തെത്തി. BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ശക്തമാക്കിയതിനു പിന്നാലെ TN പ്രതാപനു വേണ്ടിയും തൃശൂരിൽ ചുവരെഴുത്തുകൾ ശക്തമായിരുന്നു. ഇതോടെ നേരത്തെ കളത്തിലിറങ്ങാനുള്ള നീക്കത്തിലാണ് CPIയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. തൃശൂരിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. കോൺഗ്രസിന്റെ മഹാസമ്മേളനം കൂടി കഴിഞ്ഞതിനു ശേഷം പ്രത്യേക പ്ലാൻ തയ്യാറാക്കാനാണ് നീക്കം. അതേസമയം തൃശൂരിൽ കോൺഗ്രസ് BJP മത്സരമെന്ന TN പ്രതാപന്റെ വാദം തള്ളി DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രംഗത്തെത്തി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലത്തിൽ കാടിളക്കിയുള്ള പ്രചാരണത്തിനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് CPIയിൽ ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുത് എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നത്. വെറ്റനറി സർവകലാശാല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ തർക്കിച്ചതിൽ നേതൃത്വം അതൃപ്തിയും പ്രകടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നാണ് CPI എക്സിക്യൂട്ടീവിൽ ഉയർന്ന അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ കാക്കരുത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും ഒരു ഘടകമാണ്. പുതിയ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് ഉചിതമെന്നും എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. ഇതോടെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കാൻ നേതൃത്വവും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ പാർട്ടി മന്ത്രിമാർ തർക്കിച്ചതിലാണ് CPI നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചത്. വെറ്റിനറി സർവകലാശാല ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്യാതെ വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന് നേതൃത്വം വിമർശിച്ചു. തർക്കത്തെപ്പറ്റി പാർട്ടി മന്ത്രിമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദീകരണം നൽകി. തർക്കമുണ്ടായില്ലെന്നും ആലോചിക്കാതെ വിഷയം വന്നതിൽ അഭിപ്രായം പറയുകയാണ് ഉണ്ടായതെന്നും മന്ത്രിമാർ വിശദീകരിച്ചു. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷം വിഷയം വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരാനും പാർട്ടി അനുമതി നൽകി. 24 തിരുവനന്തപുരം.
യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് മൊയ്ൻ അലി തങ്ങളെ വീൽ ചെയറിലിരുത്തുമെന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഭീഷണി. കോഴിക്കോട് സ്വദേശിയായ റാഫി പുതിയ കടവാണ് വാട്സാപ്പ് വഴി ഭീഷണി സന്ദേശം അയച്ചത്. മൊയ്ൻ അലി തങ്ങൾ നൽകിയ പരാതിയിൽ മലപ്പുറം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിങ്ങള് ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധഭീഷണി ഞങ്ങൾക്ക്. 2021 കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിച്ചതിന് മൊയ്ൻ അലി തങ്ങളെ റാഫി പുതിയ കടവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. സമവായ നീക്കത്തിലൂടെ അന്നത്തെ പ്രശ്നം പരിഹരിച്ചു. പിന്നീട് മൊയ്ൻ അലി തങ്ങളെ റാഫി നിരന്തരമായി ഫോണിലൂടെ വിളിച്ചിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും മുസ്ലിം ലീഗ് പ്രവർത്തകനായ റാഫി ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. പാണക്കാട് കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് MSF നടത്തിയ പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസംഗത്തിനെതിരെ മൊയ്ൻ അലി തങ്ങൾ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതാണ് ഭീഷണിക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. 2 മെസ്സേജ് വന്നു. അല്ല, അതിനു മുമ്പൊന്നും അങ്ങനെയല്ല, വളരെ നല്ല ഇതിലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകെ എന്താ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് മൂപ്പര് വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പരാതി കൊടുത്തു. സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ഞാനും ചെയ്തു. മലപ്പുറം പോലീസിന് നൽകിയ പരാതിയിൽ റാഫി പുതിയ കടവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കലാപാഹ്വാനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 24 മലപ്പുറം. പാണക്കാട് മൊയ്ൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ സന്ദേശം അയച്ചത് എന്നാണ് റാഫി പുതിയ കടവ് 24നോട് വ്യക്തമാക്കിയത്. ലീഗ് നേതാക്കളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞതിലെ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത്. ചില സംഭാഷണങ്ങളുടെ തുടർച്ചയായിരുന്നു സന്ദേശം. മൊയ്ൻ അലി തങ്ങളോട് ക്ഷമാപണം നടത്തിയെന്നും റാഫി പുതിയ കടവ് പറഞ്ഞു. ഞാൻ തങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നൊരു ബന്ധം നൽകാണ് തങ്ങളെ ഞാൻ അങ്ങനെ അയച്ചത്. തങ്ങളതിൻ്റെ മുമ്പ് പ്രകോപിതരായിട്ട് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മൂപ്പര് മോശമായി പറയുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴെല്ലാം ഞാൻ ആ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോട് എടുക്കുക, അങ്ങനെ സംസാരിക്കലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ തങ്ങളുടെ പിന്നീടുള്ള സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു. തങ്ങൾ എൻ്റെ നിലപാട് ഇതിനേക്കാളും വലുതാണ്, നീ കാണാൻ പോകണമെന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തമാശ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീൽ ചെയറിലായിരിക്കും നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, തങ്ങൾ നാളെ കാണുന്നുണ്ട്, എന്തായാലും നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തങ്ങളെ നാളെ കാണുന്നുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് അല്പസമയത്തിനകം കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമാകും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷം പേർ അണിനിരക്കുന്ന മഹാറാലിയിൽ തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക മുഖ്യാതിഥിയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്താണ്? സമീർ, ശ്രീജിത്ത്, വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയമായി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹാറാലി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മഹാറാലി കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്നാണ് ആരംഭിച്ച് പിന്നീട് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയപ്പോൾ ബീച്ചിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിൻ്റെ റാലി ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി റാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് യൂത്ത് ലീഗിന്റെ ഈ ഒരു റാലി. പ്രമുഖരായ നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ഒപ്പം തന്നെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിന്റെ MLA-മാർ, MP-മാർ ഉൾപ്പെടെയുള്ളവരും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യവും ഈ പരിപാടിക്കുണ്ട്. കൂടാതെ തെലങ്കാന മന്ത്രിയായിട്ടുള്ള ധൻസാരി അനസൂയ സീതക്കയാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷപരമായിട്ടുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടുള്ള താക്കീത്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള താക്കീത് എന്ന നിലയിൽ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് യൂത്ത് ലീഗ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 6 മാസമായിക്കൊണ്ട് വിവിധ തലങ്ങളിലുള്ള പരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോയിരുന്നു. അതിന്റെ ഒരു സമാപനം കൂടിയാണ് ഇന്നത്തെ ഈ മഹാറാലി. ഏതായാലും വലിയ ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ
ഈ റാലി ഇപ്പോൾ റാലി അവസാനിച്ചിരിക്കുന്നു. പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യും. വലിയ ഒരു മുന്നൊരുക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടിയാണ് ഈ ഒരു പൊതുസമ്മേളനം. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള വൈറ്റ് ഗാർഡിന്റെ പരേഡ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസിന്റെ ടീം കൂടിയാണ് ഈ വൈറ്റ് ഗാർഡ്. ദുരന്ത നിവാരണ മേഖലയിൽ ഉൾപ്പെടെ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയും. അത്തരത്തിലുള്ള പരിശീലനം ലഭിച്ച വൈറ്റ് ഗാർഡിന്റെ പരിശീലനമാണ്, അവരുടെ പരേഡാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ ഈ പരിപാടിയുടെ പൊതുസമ്മേളനത്തിന് തുടക്കമാകും. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യൂത്ത് ലീഗിന്റെ മഹാറാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന് തുടക്കമാവാൻ പോവുകയാണ്. ലീഗ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യമൊക്കെ പരിപാടിക്കുണ്ട്. 1,00,000 പേർ അണിനിരക്കും എന്നാണ് നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയെന്ന് എഴുത്തുകാരൻ ടി പത്മനാഭൻ. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാണ് ശ്രീരാമന്റെ പേര്. തെരഞ്ഞെടുപ്പിൽ തുറപ്പിച്ചിട്ട് അയോധ്യയായിരിക്കുമെന്നും ടി പത്മനാഭൻ പറഞ്ഞു. ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതി അറസ്റ്റിൽ. എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനുമാണ് കേസ്. വയനാട് വൈത്തിരിയിൽ ജനമധ്യത്തിൽ വെച്ച് കീഴ് ഉദ്യോഗസ്ഥൻ SHOയുടെ മർദ്ദനവും അസഭ്യവർഷവും. വൈത്തിരി SHO ബോബി വർഗീസാണ് കീഴ് ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയത്. ഇൻസ്പെക്ടർക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് SP-ക്ക് റിപ്പോർട്ട് കൈമാറി. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ അയവില്ല. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലർ അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.